ഇടുക്കി ഉപ്പതറയിൽ വയോധികയുടെ ഒറ്റമുറി വീടിൻ്റെ വൈദ്യുതി ബന്ധം KSB വിച്ഛേദിച്ചു. 1,00,000 രൂപ കുടിശ്ശിക അടയ്ക്കാനുണ്ടെന്ന് കാട്ടി നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് KSBയുടെ നടപടി. എന്നാൽ വൈദ്യുതി ബില്ലിൽ കുടിശ്ശിക വരുത്തിയിട്ടില്ല എന്നാണ് വട്ടപ്പതാൽ സ്വദേശി അന്നമ്മ പറയുന്നത്. കഴിഞ്ഞ മെയ് 15-നാണ് 49,710 രൂപയുടെ വൈദ്യുതി കുടിശ്ശിക ബില്ലിലുണ്ടെന്ന് കാട്ടി KSB പീരുമേട് സെക്ഷൻ ഓഫീസിൽ നിന്ന് അന്നമ്മയ്ക്ക് നോട്ടീസ് ലഭിക്കുന്നത്. 500 രൂപയിൽ താഴെ ബില്ല് വന്നിരുന്ന സ്ഥാനത്തായിരുന്നു കുടിശ്ശിക ചൂണ്ടിക്കാണിച്ചുള്ള നോട്ടീസ്. 15 ദിവസത്തിനകം തുക അടയ്ക്കണമെന്നായിരുന്നു നിർദ്ദേശം. സംഭവത്തിൽ പീരുമേട് സെക്ഷൻ ഓഫീസിൽ പരാതി നൽകിയിട്ടും അന്നമ്മയുടെ സങ്കടത്തിന് പരിഹാരമായില്ല. ഇടിവെട്ടിയാണേ പടവട വീട് മൊത്തം കിടന്ന് കുട്ടുങ്ങി. ഞങ്ങൾ പേടിച്ചു, ഇവിടെ നിന്ന് തീ പോലെയൊക്കെ വരുമല്ലോ, അങ്ങനെ സംഭവിച്ചതാ. അപ്പൊ എനിക്കറിയത്തില്ലല്ലോ, മീറ്റർ പെട്ടി വരയായിട്ടാണ്. അപ്പം നമ്പർ വീഴത്തില്ല. അങ്ങനെ ആയപ്പോ എന്റെ കറണ്ട് ബില്ല് വന്നപ്പോ 46,000 മേലിലായിരുന്നു പറഞ്ഞു ബില്ല് വന്നു. ബില്ല് വന്നപ്പോ ഞാൻ ഇത്രയും രാവിലെ നമ്മളങ്ങനെ എടുക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ കൊണ്ടുപോയപ്പോ അവർ പറഞ്ഞത് പറ്റത്തില്ല, ഞാൻ അടയ്ക്കണോ അല്ല ആരാ അടയ്ക്കുന്നത് പറയുന്നില്ല അടയ്ക്കും. ഇവിടെ ലൈമ സാറെന്ന് പറഞ്ഞാൽ അയ്യോ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ കറണ്ടൊന്നും എടുക്കുന്നില്ലെന്ന് അവരെ വഴക്ക് പറയോടെ. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതോടെ ഒറ്റമുറി വീട്ടിൽ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിലാണ് അന്നമ്മ കഴിയുന്നത്. KSBയുടെ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ്. ഇത് ശക്തമായ അന്വേഷണവും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയും വേണം. കാരണം അവര് ഒരു പാവപ്പെട്ട സ്ത്രീ മാത്രമല്ല, അവിടെ ഈ ഒരു അസുഖമുള്ള ഒരു കുട്ടി കൂടി അവർക്കുണ്ട്. ഇവര് ഈ അധിക ബില്ല് വന്നപ്പോൾ തന്നെ ഇത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറും കൂടെ പോയി പോത്തുപാറയിലെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസിൽ ചെന്ന് വിവരം പറഞ്ഞതാണ്. KSB സെക്ഷൻ ഓഫീസിൽ പരാതിയുമായി എത്തിയപ്പോൾ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയെന്നും അന്നമ്മ ആരോപിച്ചു. വർഷങ്ങൾക്ക് മുൻപ് ഭർത്താവ് മരിച്ച അന്നമ്മ കൂലിപ്പണി ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും വലിയ തുകയടച്ച് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല. സർക്കാർ ഇടപെടലുണ്ടാകണമെന്നാണ് ആവശ്യം. 24 ഇടുക്കി. എന്തായാലും KSBക്ക് എന്താ സംഭവിച്ചെന്ന് തീർച്ചയായിട്ടും ഒരു അന്വേഷണം നടക്കുന്നത് നല്ലതാണ്. KSB ചെയർമാൻ ബിജു പ്രഭാകറിൻ്റെ ശ്രദ്ധയിൽ ഞങ്ങൾ ഈ കാര്യം കൊണ്ടുവരുന്നു. അദ്ദേഹം ഇതൊക്കെ വളരെ പെട്ടെന്ന് അന്വേഷിക്കാൻ കഴിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ ഈ കാര്യത്തിൽ വേണം. കാരണം ഇവരുടെ ഭാഗത്തൊരു അനീതി ഉണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇടപെടൽ തീർച്ചയായിട്ടും വേണം. ഈ വയോധികയ്ക്ക്, ഈ അമ്മയ്ക്ക് നീതി നടപ്പാക്കി കൊടുക്കണം. അത്